ഇവിടെ തിക്കും തിരക്കാണ്. ടർബോ ഏത് ഷോ എല്ലാ ഷോയ്ക്കും ആൾക്കാരും ഉണ്ട്, തിക്കും തിരക്കാണ്. തിരക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റാറുണ്ടോ? ചിലപ്പോ പറ്റാറില്ല. അപ്പൊ ഞങ്ങള് വേറെ സ്റ്റാഫുകളൊക്കെ വെക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് ഡ്യൂട്ടിക്ക് വേറെ ആൾക്കാരോട് അങ്ങനെയൊക്കെയാണ്. മമ്മൂട്ടി ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ രാംദാസ് തിയേറ്ററിലാണ്. ടർബോ റിലീസ് ചെയ്തിരുന്ന 8ാം ദിവസമാണ്. ഇപ്പോഴും തിയേറ്ററിൽ തിരക്കുണ്ടോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നാളെ കുറെ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. വൺസ് അപ്പോൺ എ ടൈം, ഗരുഡൻ, അങ്ങനെ കുറെ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് നാളെ തിയേറ്ററിൽ നിന്ന് ടർബോ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ടോ, അതോ തിരക്ക് കൂടിയിട്ട് ഇവിടെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനെയോ മാനേജറെയോ ആരെങ്കിലും ഉണ്ടാവും. നമുക്ക് അവരുടെ അടുത്ത് നിന്ന് വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. പ്രവൃത്തി ദിവസമായിട്ടും ഗംഭീര തിരക്കാണ് കാണുന്നത്. കൂടുതലും ഫാമിലീസ് ആണ് വന്നിട്ടുള്ളത്. രാംദാസ് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ തന്നെ നീണ്ട കാറുകളുടെ നിര തന്നെയുണ്ട്. 15 ദിവസത്തിന്റെ പോസ്റ്ററാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ടർബോന്റെ. ചേട്ടാ നമസ്കാരം. എന്താണ് ടർബോന്റെ വിശേഷങ്ങൾ? ഇവിടെ തിക്കും തിരക്കാണ്. ടർബോ ഏത് ഷോ എല്ലാ ഷോയ്ക്കും ആൾക്കാരും ഉണ്ട്, തിക്കും തിരക്കാണ്. ഇത്രയും വയസ്സിൽ ഇത്രയും ഈ പ്രായത്തിൽ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റും. എനിക്ക് 42 വയസ്സായി. പക്ഷെ ആ കാലഘട്ടത്തിൽ നമ്മളുണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഒരു അഭിനയമാണ് ആളുടെ. ഇപ്പോഴും ആൾക്കാരും നേരം നിൽക്കുന്നുണ്ട് ഇവിടെ. തിക്കും തിരക്കും ബഹളമാണ് ഇവിടെ. മൊത്തം വണ്ടികളും കാറുകളും എല്ലാം കൊണ്ടും തിക്കും തിരക്കാണ് അവിടെ. നാളെ കുറെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അത് മാറ്റുണ്ടോ? പടം മാറ്റില്ല. ടർബോ തന്നെയാ. ടർബോ ജോസ് തന്നെയാ. അതെ, പൊളിക്കാണ്. അടിച്ചു പൊളിക്കണ്ട ഇവിടെ. രാംദാസ് ടർബോയിലൂടെ കുറെ കാശ് വാരിയോ? അങ്ങനെ എനിക്ക് ഉദ്ദേശം പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും വാരിയിട്ടുണ്ട്, കളക്ഷൻ അടിച്ചിട്ടുണ്ട്. കൂടുതൽ ആരൊക്കെയാണ്? ഫാമിലീസ് ആണോ? ഫാമിലീസും ഉണ്ട്. ഫാമിലീസ് ആണ് ഏറ്റവും കൂടുതൽ കയ്യടിയും ചിരിയും എല്ലാം ഉള്ളത്. ഈ പടത്തിലെല്ലാം ഉണ്ടല്ലോ. മറ്റേ ഇടിയും ഫാമിലി കഥ, നല്ല കഥയാണ്. എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. പൊളിക്കാണ്. കോമഡി വേറെ, ഫീലിങ്സ് വേറെ, എല്ലാം കൊണ്ട് അഭിനയിച്ച് അടിച്ചു പൊളിച്ചിട്ടുണ്ട് ആള്. തിരക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റാറുണ്ടോ? ചിലപ്പോ പറ്റാറില്ല. അപ്പൊ ഞങ്ങള് വേറെ സ്റ്റാഫുകളൊക്കെ വെക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് ഡ്യൂട്ടിക്ക് വേറെ ആൾക്കാരോട് അങ്ങനെയൊക്കെയാണ്. മമ്മൂട്ടി തരംഗാണ്. അതെ, ഞാൻ മമ്മൂട്ടി ഫാൻസ് തന്നെയാണ്. മമ്മൂട്ടി നല്ല പടങ്ങളാണെങ്കിൽ നല്ലതെന്ന് പറയും, പോട്ടയാണെങ്കിൽ പോട്ടെന്ന് പറയും. അത്രയാണ് മമ്മൂട്ടി. ഇത് എനിക്ക് കണ്ടിട്ട് നല്ലൊരു ആവേശം തോന്നി. ആരെങ്കിലും പിടിച്ചിടിച്ചാലോ തോന്നി. അങ്ങനത്തെ ഒരു ആവേശമാണത്. രോമാഞ്ചാണോ ഫുള്ളും. അങ്ങനത്തെയാണ്. താങ്ക് യു.